നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് സകലതും ചെയ്യുവാൻ കഴിയും എന്നാണ് ഈ ഒരു വചനത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിലെ ചില ഭാഗങ്ങൾ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതുമായിരിക്കാം. ഏതായാലും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂല ഘട്ടങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ കരകയറും. അപ്പോൾ ക്രിസ്തു നമ്മോടൊപ്പം ഇരിക്കുന്ന ഓരോ അവസരങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനു മുൻപ് ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഇതെന്റെ പേര് ബോബി. ഹലോ, പേരെന്താണ് കറക്റ്റായിട്ട് ഒന്നുകൂടി പറയുമോ? ബോബി എന്നാണ്. ബോബി ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ വീട്ടിലാരൊക്കെയാ ഉള്ളത്? അച്ഛനും അമ്മയും 2 സഹോദരിമാരും പിന്നെ എന്റെ ഭാര്യയാണ്, കുടുംബം. ഓക്കെ, വൈഫ് ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ബോബി എന്ത് ചെയ്യുന്നു? സുവിശേഷ പ്രവർത്തനമാണ്. ഓക്കെ. വൈഫോ? ഫാഷനാണ്, ഫാഷൻ ഡിസൈനിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവ അവർക്ക് അവകാശമായി തരും എന്ന് കൽപ്പിച്ചത് എന്താണ്? കനാൻ ദേശം. അതെ, കറക്റ്റാണ്, കനാൻ ദേശം. ഓക്കെ. ചേട്ടൻ പാട്ട് പാടുമോ? പാട്ട് പാടുമോ? അപ്പോ ചേട്ടാ പാട്ട് പാടിക്കോളൂ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാലെ ബന്ധമാണീതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാലെ ബന്ധമാണീത് യുഗകാലം വരെയും. ബന്ധമാണീതു ബന്ധമാണീതു യുഗകാലം വരെയും. മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഉലക സ്ഥാപനത്തിൽ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലക സ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവു തൻ. ഹലോ. ഹലോ. ഓക്കെ, നല്ല പാട്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, മറ്റുള്ളവർ ദോഷം ചെയ്യാതെ യഹോവ പ്രത്യേകമായി കരുതിയത് ആരെയൊക്കെയാണ്? എന്റെ അഭിഷിക്തന്മാരെയും പ്രവാചകന്മാരെയും. അതെ, ആൻസർ കറക്റ്റാണ്. തൻ്റെ അഭിഷിക്തന്മാരെയും പ്രവാചകന്മാരെയും. കറക്റ്റാണ് കേട്ടോ ആൻസർ. ആ ഓക്കെ. ഇനി
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്: ജനതകളുടെ ഇടയിലും സർവവംശങ്ങളുടെ മധ്യേയും എന്താണ് പ്രഘോഷിക്കുവാൻ പറഞ്ഞത്? അത്ഭുതങ്ങൾ വിവരിച്ചു. അത്ഭുതങ്ങളും പിന്നെ എന്താണ്? മഹത്വവും അത്ഭുതവും. അതെ, ആൻസർ കറക്റ്റാണ്. യഹോവയുടെ മഹത്വവും അവൻ്റെ അത്ഭുതങ്ങളും. ഓക്കെ. ഇനി ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? ഇഷ്ടപ്പെട്ട കഥാപാത്രം യേശു കർത്താവ്. കർത്താവ് യേശുക്രിസ്തു അല്ലാതെ വേറെ ആരെങ്കിലും? മോശയ്ക്ക്. എന്തുകൊണ്ടാണ് മോശ ഇഷ്ടം? മോശ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ ശക്തിയാല് പിളർന്ന കടലിന്റെ നടുക്കൂടെ ഒരു വഴിയൊക്കെ അതിലൂടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയ. ഓക്കെ ഓക്കെ. ഒരുപാട് അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും. പിന്നെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദാസനായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നല്ലേ? അതെ അതെ. ഓക്കെ, നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവ എങ്ങനെയുള്ളവനാണ്? യഹോവ വലിയവനും അത്യന്ത സുസ്ഥിരനും ആകുന്നു. ഓക്കെ, ആൻസർ കറക്റ്റാണ്. ആൻസർ കറക്റ്റാണ്. അത്യന്തം സുസ്ഥിൻ, അതിഭയങ്കരൻ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും ബോബി ചേട്ടനാണ് വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ടുപാടി, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാം. ഇന്നും ഒരു മോറൽ സ്റ്റോറിയാണ് സംസാരിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുൻപ് അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കൃഷികളുണ്ടായിരുന്നു. ഈ കൃഷി കാരണമാണ് ഈ ഗ്രാമത്തെ ഒരുപാട് അറിയപ്പെട്ടിരുന്നത്. എല്ലാ തരത്തിലുള്ള കൃഷിയും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ഭൂപ്രകൃതിയായിരുന്നു ആ ഗ്രാമത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവിടേക്ക് വരുവാനും അവിടെ ഒരുപാട് കൃഷി ചെയ്യുവാനും ഒത്തിരി ഇഷ്ടമായിരുന്നു. അത് ഈ ഗ്രാമവാസികളെ അവർക്ക് വളരെയധികം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം അവർക്കവിടെ സമാധാനപരമായി ജോലി ചെയ്യുവാനോ അവർക്കൊരു ജീവിതം നയിക്കുവാനോ ഒന്നും ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് കുടിയേറ്റം നടത്തുകയുണ്ടായി. അവർക്കവിടെ കൃഷി ചെയ്യുവാനും നല്ലതുപോലെ ജീവിക്കുക എന്നുള്ള ചില ചിന്തകളോട് കൂടിയാണ് അവരവിടേക്ക് കുടിയേറ്റം ചെയ്തത്. പക്ഷേ ഈ ഗ്രാമത്തിലുള്ള ഓരോ വ്യക്തികളും സാധാരണക്കാരായിരുന്നു. വളരെ വലിയ കാശുള്ളവരല്ല, സാധാരണ രീതിയിൽ ജീവിതം നയിച്ചു പോകുന്നവരായിരുന്നു. പക്ഷേ ഈ കുടിയേറ്റക്കാരാണെങ്കിൽ അങ്ങനെയായിരുന്നില്ല. വളരെയധികം സാമ്പത്തികപരമായും ഒക്കെ വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്നവരായിരുന്നു. ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ഗ്രാമവാസികളെ ഇവിടെ നിന്നും അകറ്റിയതിന് ശേഷം ഇവിടെ നല്ലതുപോലെ കൃഷി ചെയ്ത് നല്ലതുപോലെ ജീവിക്കണം. ഇതായിരുന്നു ഈ കുടിയേറ്റക്കാരുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്താഗതി. അങ്ങനെ അവർ അവിടേക്ക് വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രാമവാസികളുടെ ഇടയിൽ ഏവി എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി വളരെയധികം സന്തോഷത്തോടെ കളിച്ചിരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കുടിയേറ്റക്കാരുടെ ഇടയിൽ ക്ലാര എന്ന പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതും കുഞ്ഞു കുട്ടിയായിരുന്നു. അവൾക്കും ഇങ്ങനെ ഇവരുടെ ഈ കുടിയേറ്റക്കാരുടെ മനസ്സിലെ ചിന്താഗതി എന്താണെന്നോ അവരെന്തിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്നോ അതൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഏവിയും ക്ലാരയും തമ്മിൽ നല്ല സൗഹൃദത്തിലാകും. പക്ഷേ ഈ കുടിയേറ്റക്കാരുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്താഗതിയുണ്ട്. ആ ഗ്രാമവാസികൾ വളരെയധികം സാധാരണക്കാരാണ്, അവരുടെ മക്കൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലൊരു ചിന്താഗതി ഈ കുടിയേറ്റക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഈ ക്ലാരയും ഏവിയും വളരെയധികം സൗഹൃദത്തിലായി. ഇത് പക്ഷേ ഈ കുടിയേറ്റക്കാരായ ഈ ക്ലാരയുടെ അമ്മയുടെയും
അപ്പൻ്റെയും അതുപോലെ തന്നെ കൂടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഒരിക്കലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടികളും ആ സാധാരണക്കാരായ അവരുടെ മക്കളുമായിട്ട് ഒരിക്കലും സൗഹൃദത്തിലാകരുത് എന്നായിരുന്നു ഇവരുടെ ചിന്താഗതി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് ഈ സാധാരണക്കാരായ അവിടുത്തെ ഗ്രാമവാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കണം എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു അവസരം വന്ന് വീണാൽ അത്രയും നല്ലതായിരിക്കും എന്നൊക്കെ ചിന്തിച്ചവർ മുൻപോട്ട് പോകുമ്പോഴാണ് ഇവരുടെ സൗഹൃദത്തെ പറ്റിയും ഇവർ ഓരോ ദിവസം എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് അതിനെ പറ്റിയൊക്കെ ഈ കുടിയേറ്റക്കാരായ ആൾക്കാരുടെ ഇടയിൽ ചില സംസാരങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഇവർ ആ ഗ്രാമവാസികളെ അവരുടെ എതിർക്കുവാനും ചെറിയ സാഹചര്യം ഉണ്ടാക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അതിനുശേഷം ഈ ഗ്രാമവാസികളും ഈ കുടിയേറ്റക്കാരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാന് അമ്പാടിയിൽ നിന്ന്, കോട്ടയത്തുള്ള അമ്പാടിയിൽ നിന്ന് എലിമറിസാണ് വിളിക്കുന്നത്. ഏലിയമ്മ ആൻറ്റി ആണല്ലേ? ആൻറ്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണല്ലേ? ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഇന്ന് രാവിലെ ഭക്ഷണം വെള്ളിയാഴ്ച അല്ല കഴിക്കുകയല്ല, ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ. ആണോ? എല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപാകെയുള്ള പ്രതിദിന ശുശ്രൂഷയ്ക്കായി ആരെയാണ് ദാവീദ് നിയോഗിച്ചത്? ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും ഓബേദ്ഏദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുമ്പിലും 68 പേരെയും യഹോവ നിയോഗിച്ചു. ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചല്ലേ? ഓക്കെ, ആൻസർ കറക്റ്റാണ്. ആസാഫിനെയും അവൻ്റെ സഹോദരന്മാരെയും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വാതിൽ കാവൽക്കാരായി ദാവീദ് ആരെയാണ് നിയമിച്ചത്? യെദൂഥൂന്റെ മകനായ ഓബേദ്ഏദോമിനെയും ഹോസയെയും വാതിൽ കാവൽക്കാരായി നിർത്തി. അതെ, ആൻസർ കറക്റ്റാണ്. യെദൂഥൂന്റെ മകനായ ഓബേദ്ഏദോമിനെയും ഹോസയെയും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാട്ട് ചെറുതായിട്ട് പാടാം. ഓക്കെ, ഒരു 4 വരി പാടിക്കോളൂ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൽ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനെ തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാണിടുന്നു. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാണിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി നീ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ ആൻറ്റി, നല്ല പാട്ടായിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമയാഗ പീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിക്കുവാൻ ദാവീദ് നിയോഗിച്ചത് ആരെയാണ്?
പ്രധാനമായിട്ടും ഒരാളാണ്, അയാളുടെ കീഴിൽ വേറെ ചിലരുമുണ്ട്. അപ്പം പ്രധാനമായിട്ടുള്ള ആളുടെ പേര് പറഞ്ഞാൽ മതി. അയാൾ പുരോഹിതനാണ്. ഒരു പുരോഹിതനായ വ്യക്തിയാണ്. ആ പുരോഹിതനെയും അതിനോടൊപ്പം തന്നെ അവൻ്റെ സഹോദരന്മാരുമുണ്ട്. ആ പുരോഹിതൻ ആരാണ്? ദാവീദ് നിയോഗിക്കുന്ന ആ പുരോഹിതൻ. ഹലോ ആൻറ്റി. ആ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് ആൻറ്റി. ഒരിക്കൽ കൂടി ക്ലിയർ ആയിട്ട് പറയാമോ? പുരോഹിതനായ അവന്റെ സഹോദരന്മാരായ. അതെ അതെ, ആൻസർ കറക്റ്റ് ആണ്. പുരോഹിതനായ സാദോക്കിനെയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? പറഞ്ഞോളൂ. ഞാൻ എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു, എന്നെ കായ്ക്കാത്ത പണ്ടെല്ലാം അവൻ നീക്കിക്കളയും, കായ്ക്കുന്നതെല്ലാം അധിക ഫലം കായ്ക്കാതെ വെളിപ്പാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 11:1. ഓക്കെ ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവയ്ക്ക് പാടി സ്തോത്രം ചെയ്യുവാൻ നിയോഗിച്ചത് ആരെയാണ്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക. ആന്റി ഒരിക്കൽ കൂടെ പറയാമോ? ഹേമാൻ ശ്രേഷ്ഠന്മാരെയും. അതെ, ഓക്കെ ഓക്കെ, കറക്റ്റാണ്. ഹേമാൻ, യെദൂഥൂൻ നാമനിർദ്ദേശം ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും ഞാൻ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ കോട്ടയത്ത് നിന്നും ഏലിയാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് AV, ക്ലാര എന്നീ പേരുള്ള 2 കുട്ടികളെക്കുറിച്ചും ഒരു ഗ്രാമത്തെക്കുറിച്ചുമായിരുന്നു. അങ്ങനെ ഈ 2 പേരും നല്ല സൗഹൃദത്തിലായി. അവർ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കാണും. സമയം കിട്ടുമ്പോഴൊക്കെ ഒരുമിച്ചിരിക്കുകയും ഒരുപാട് കഥകൾ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത് ആ ഗ്രാമത്തിലുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ കുടിയേറ്റക്കാരായി ആ ഗ്രാമത്തിലേക്ക് വന്നവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുടിയേറ്റക്കാരായി വന്നവർ അവിടെ ഒരുപാട് സ്ഥലം വാങ്ങുവാൻ തുടങ്ങി. അവർ അവരുടേതായ രീതിയിൽ കൃഷി ഇറക്കുവാൻ തുടങ്ങി. ഇതൊക്കെയും ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഓരോരുത്തർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. കാരണം അവരുടെ കൃഷി നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നില്ല. അതിനൊക്കെ ഇവർ പല രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെയും ഇവരൊക്കെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കിയിട്ട് ആ ഗ്രാമം സ്വന്തമാക്കുക, അവിടെ നല്ല കൃഷികൾ ചെയ്യുക, ഇത് തന്നെയായിരുന്നു ഈ കുടിയേറ്റക്കാരുടെ ഏക ലക്ഷ്യം. അങ്ങനെയൊക്കെ ഒരു ദിവസം ഈ AVയും ക്ലാരയും ഒന്നിച്ച് കഥകൾ പറഞ്ഞും ഒരുപാട് നേരം ഇരുന്ന് ഒരുമിച്ച് കളിക്കുകയായിരുന്നു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. AVയും ക്ലാരയും ഒന്നിച്ച് AVയുടെ വീട്ടിലായിരുന്നു ഇരുന്നത്. സമയം ഒത്തിരിയായി. ക്ലാരയെ കാണാതായതോടെ ക്ലാരയുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് സങ്കടമായി. അവർ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ടും കണ്ടില്ല. അപ്പോൾ അവർ ഉറപ്പിച്ചു എന്തായാലും ഈ AVയുടെ വീട്ടിൽ തന്നെ കാണും. ഇത് പറഞ്ഞ് ആ ഗ്രാമവാസികളുമായിട്ട് നമുക്ക് തർക്കിക്കാം, നിങ്ങൾ നമ്മുടെ കുട്ടികളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ സംസാരിക്കാമെന്ന് കരുതി ഇവരെല്ലാവരും ഒന്നിച്ച് ഈ AVയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ കണ്ടത് AVയും ക്ലാരയും സന്തോഷത്തോടെ ഇരിക്കുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇതുവരെയും ഇത്രയും സമയമായിട്ടും വീട്ടിലേക്ക് വരാത്തതിന് ആദ്യം ക്ലാരയെ വഴക്ക് പറയുന്നതിന് പകരം ഇവർ നേരെ അവരുടെ കുടുംബത്തിലുള്ളവരടുത്ത് ആ ഗ്രാമവാസികളടുത്തൊക്കെയാണ് പ്രശ്നത്തിന് പോയത്. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തിരിക്കുകയാണ്, തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എന്ന രീതിയിൽ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഗ്രാമവാസികൾ പറയുന്നുണ്ട്, അങ്ങനെയല്ല, അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടും ഇവരാരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരുപാട് സമയം പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഒടുവിൽ ഈ കുടിയേറ്റക്കാർ പറയുന്നുണ്ട്, നമുക്കിവിടെ സമാധാനപരമായി താമസിക്കണം. നമ്മുടെ പണം ചിലപ്പോൾ ഞങ്ങളുടെ ഒരുപാട് സമ്പാദ്യമുണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾ കവർച്ച ചെയ്യും. ഞങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയാണ്.
നിങ്ങൾ കാരണം നമുക്കിവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ കുടിയേറ്റക്കാർ ആ ഗ്രാമവാസികളോട് പറയുന്നത്. ആക്ച്വലി ഇതൊക്കെയും ഈ കുടിയേറ്റക്കാരോട് ഈ ഗ്രാമവാസികൾ പറയേണ്ടതാണ്. പക്ഷേ ഒടുവിൽ പറഞ്ഞ് ഈ കുടിയേറ്റക്കാർ പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും താമസം മാറ്റണം, ഞങ്ങൾക്കിവിടെ സമാധാനപരമായിട്ട് താമസിക്കണം എന്നൊക്കെ. അപ്പോൾ ഗ്രാമവാസികൾ അതല്ല ശരി എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ വാസസ്ഥലത്തേക്കാണ് നിങ്ങൾ ഇടിച്ചു കയറി വന്നത്, ഞങ്ങളുടെ കൃഷിഭൂമിയാണ് നിങ്ങൾ കൈയടക്കിയത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ കുടിയേറ്റക്കാർ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ ഏവി ആ സമയത്തൊന്നും മിണ്ടിയില്ല. കാരണം അവൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല, എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവൾ വളരെയധികം ഭയപ്പെട്ടു നിന്നു. പക്ഷേ ക്ലാര അങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടി സ്മാർട്ടായിരുന്നു. അവൾ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, നമ്മൾ ചെയ്യുന്നതാണ് തെറ്റ്, ഇവരുടെ വാസസ്ഥലത്തേക്ക് നമ്മൾ വന്നു, അവരുടെ കൃഷിഭൂമി നമ്മൾ കൈക്കലാക്കി, അവിടെ നമ്മൾ കൃഷി ചെയ്യുവാൻ തുടങ്ങി, അവർ സമാധാനമായിട്ട് ജീവിക്കുകയല്ലേ, ഞാനല്ലേ ഏവിയുടെ അടുക്കലേക്ക് വന്നത്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അവിടേക്ക് വന്നതല്ലേ, ഇല്ലാത്ത കഥകൾ എന്തിനാണ് പറയുന്നത് എന്നൊക്കെ ഈ ക്ലാര ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല. വീണ്ടും പ്രശ്നമുണ്ടാക്കിയപ്പോൾ ക്ലാര വീണ്ടും ഒത്തിരി കരഞ്ഞിട്ട് തൻ്റെ അപ്പനോടും അമ്മയോടും നടന്ന സംഭവം എന്താണെന്നും ഏവിയും ഏവിയുടെ കുടുംബവും അവിടെയുള്ള ഓരോ ആൾക്കാരും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും നമ്മൾ അവിടേക്ക് ഇടിച്ചു കയറി വന്ന് അവരുടെ സന്തോഷവും സമാധാനവും തകർക്കുകയാണെന്നും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുമ്പോഴാണ് തങ്ങളുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ അപ്പോൾ ഉണ്ടാക്കിയ പ്രശ്നമൊക്കെയും സോൾവാക്കി അപ്പോൾ തന്നെ അവരവിടെ നിന്ന് മടങ്ങുകയാണ്. അവരുടെ സ്ഥലത്തേക്ക് പോയതിനു ശേഷം അവർ തീരുമാനിച്ചു, നമ്മളിവിടെ വന്നു, ഇവിടെ നല്ലൊരു കൃഷിഭൂമി ഉണ്ടെന്നറിഞ്ഞ്, മനോഹരമായൊരു ഗ്രാമമാണെന്നറിഞ്ഞ് ഇവിടെ വന്നു. നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഭൂമി മൊത്തവും കൈക്കലാക്കുക എന്നത്. അവരുടെ സൗഹൃദം നമ്മൾ തകർക്കുവാൻ ശ്രമിച്ചു. അതുപോലെ തന്നെയാണ് അവരുടെ കൃഷിഭൂമി കയ്യിലാക്കുവാൻ ശ്രമിച്ചു. അവരെ ഈ പ്രദേശത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും നടക്കില്ല. അതൊക്കെയും അവരുടെ സ്നേഹവും സന്തോഷവും നല്ലൊരു കുടുംബത്തെയൊക്കെയാണ് നമ്മൾ തകർക്കുവാൻ ശ്രമിച്ചതെന്ന് ഈ കുടിയേറ്റക്കാർ മനസ്സിലാക്കുകയും പിറ്റേ ദിവസം തന്നെ അവർ ആ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ക്ലാര എന്നൊരു പെൺകുട്ടിയുടെ ആ ഒരു സംസാരവും അതുപോലെ തന്നെ അവളുടെ ചിന്താഗതിയും ആ ഏവിയുമായിട്ടുള്ള സൗഹൃദവും ഒക്കെ തന്നെയാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടും അതിൽ നിന്നും കരകയറുവാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസമ്മ മാത്യു. ഓക്കെ, ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോന്നി. ഓക്കെ, ആൻറ്റി വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇപ്പൊ ഞാനും ഭർത്താവേ ഉള്ളൂ. ആൻറ്റി അങ്കിൾ മാത്രമാണല്ലേ? അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് അവർ യഹോവയ്ക്ക് പാടി സ്തോത്രം ചെയ്തത്? അവർ എന്താണ് യഹോവയ്ക്ക് പാടിയത്? അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാൻ. അതെ, ആൻസർ കറക്റ്റ് ആണ്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും. കറക്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ദിവ്യ സംഗീതത്തിനായി ധ്വനിപ്പിച്ച വാദ്യോപകരണങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാം വാദ്യോപകരണങ്ങളായിരുന്നു? സംഗീതത്തിനായി അവർ ഏതെല്ലാം വാദ്യോപകരണങ്ങളാണ്? കാഹളം, കൈത്താളം, ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യം. അതെ, ആൻസർ കറക്റ്റ് ആണ്. കാഹളം, കൈത്താളം. ഓക്കെ, അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങൾ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചത് ആരെയാണ്? യദൂഥന്റെ പുത്രന്മാര്, ഹേമാനെയും യദൂഥനെയും. ആൻസർ കറക്റ്റ് ആണ്, ഹേമാനെയും യദൂഥൂദിനെയും. ഓക്കെ, ഇനി അവസാന ചോദ്യമാണ്. ചോദ്യം, യദൂഥുവിന്റെ പുത്രന്മാരെ ഏൽപ്പിച്ചിരുന്ന ജോലി എന്തായിരുന്നു? വാതിൽ കാവൽക്കാർ. അതെ, ആൻസർ കറക്റ്റ് ആണ്, വാതിൽ കാവൽക്കാർ. ഓക്കെ.
അതെ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ. ഓക്കെ, 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻറ്റി ആൻസർ ചെയ്തിട്ടുണ്ട്. ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു ആൻറ്റി. താങ്ക് യു. ഇപ്പോൾ കോന്നിയിൽ നിന്നും സൂസമ്മ മാത്യു ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഗ്രാമത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഏവി ഒന്ന് പകച്ചു നിന്നെങ്കിലും തൻ്റെ ഗ്രാമത്തിലുള്ളവരുടെ നേർക്ക് ഇത്രയും വലിയൊരു പ്രശ്നം വന്നപ്പോൾ ഏവി ഒന്ന് ഭയപ്പെട്ടെങ്കിലും ആ ക്ലാരയുടെ ആ ഒരു സംസാരവും ഉചിതമായ ചില തീരുമാനങ്ങളുമാണ് അവരെ രക്ഷിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് പകച്ചു നിൽക്കാതെ, അല്ലെങ്കിൽ നമ്മളിത് ഇനി എന്ത് ചെയ്യും, എങ്ങനെ മറികടക്കും എന്ന് ചിന്തിക്കാതെ നമ്മളെ കൊണ്ട് അതിനൊക്കെയും എന്ത് പ്രശ്നം വന്നാലും അതിനെ മറികടന്ന് മുൻപോട്ട് പോകുവാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോയാൽ എല്ലാ പ്രതിസന്ധികളും നമുക്ക് നിസ്സാരം പോലെ നമുക്കതിനെ മറികടക്കാൻ സാധിക്കും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.